നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരുട്ടിന്റെ മേൽ വെളിച്ചം നേടുന്ന വിജയത്തെ അടയാളപ്പെടുത്തി രാജ്യം ദീപാവലി ആഘോഷിച്ചു. മേഖലയിൽ ദീപങ്ങൾ തെളിയിച്ച ആഘോഷം. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹത്തിൽ നടന്ന ദീപാവലി ആഘോഷം വർണ്ണാഭം. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും ചൊവ്വാഴ്ച രാജിവെക്കും. രാവിലെ 11-ന് സെക്രട്ടറി മുൻപാകെ ജിയോ ഫോക്സ് രാജി സമർപ്പിക്കും. തുടർന്ന് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് പ്രസിഡന്റിന്റെ ചുമതല താൽക്കാലികമായി ഏറ്റെടുക്കും. വ്യാജരേഖ ചമച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 3.75 ലക്ഷം രൂപയുടെ സബ്സിഡി തുക തട്ടിയെടുത്തതായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്. 2 വനിതാ ജനപ്രതിനിധികളാണ് തുക തിരിമറി നടത്തി തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. കുന്നംകുളം നഗരസഭയിൽ ചാവക്കാട് വടക്കാഞ്ചേരി റോഡിനോട് ചേർന്ന മനോഹരമായി നവീകരിച്ച ചാട്ടുകുളത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 28-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് കുളം നവീകരിച്ചത്. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭരണസമിതി. മതത്തിന്റെ പേരിൽ കുട്ടികളെ വേർതിരിച്ച് കാണുന്നവരായിരിക്കരുത് അധ്യാപകരെന്ന് പ്രഭാഷകയും അധ്യാപികയുമായ KJ ഷൈൻ ടീച്ചർ. പൊതുപ്രവർത്തകർ സമൂഹത്തിൽ ശല്യമായി മാറുന്നുണ്ടെങ്കിൽ അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ഷൈൻ ടീച്ചർ. വിശദമായ വാർത്തയിലേക്ക്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും ചൊവ്വാഴ്ച രാജിവെക്കും. രാവിലെ 11-ന് സെക്രട്ടറി മുൻപാകെ ജിയോ ഫോക്സ് രാജി സമർപ്പിക്കും. തുടർന്ന് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് പ്രസിഡന്റിന്റെ ചുമതല താൽക്കാലികമായി ഏറ്റെടുക്കും. CPM-ൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിലേക്ക് മടങ്ങുമെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കോൺഗ്രസ് പഞ്ചായത്ത് അംഗമായിരുന്ന ജിയോ ഫോക്സ് 21 വർഷം മുമ്പ് CPIM-ലേക്ക് പോവുകയും തുടർന്നു വന്ന തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാകുകയും ചെയ്തു. പിന്നീട് ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അംഗമാകുകയും തുടർന്ന് 5 വർഷം പ്രസിഡന്റാവുകയും ചെയ്തു. ശ്രദ്ധേയമായ പ്രവർത്തനം നടത്താൻ ജിയോ ഫോക്സിനായി സംസ്ഥാന സർക്കാരിന്റെ നിരവധി പുരസ്കാരങ്ങൾ ഈ കാലയളവിൽ പഞ്ചായത്തിന് ലഭിച്ചിരുന്നു. കോൺഗ്രസിൽ ചേരുകയാണെന്ന പരസ്യ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ ജിയോ ഫോക്സിനെ CPIM പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. ഇരുട്ടിന്റെ മേൽ വെളിച്ചം നേടുന്ന വിജയത്തെ അടയാളപ്പെടുത്തി രാജ്യം ദീപാവലി ആഘോഷിച്ചു. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹത്തിൽ ദീപാവലി വിപുലമായി ആഘോഷിച്ചു. ദീപാവലി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ്. ഇരുട്ട് നീക്കി വെളിച്ചം കൊണ്ടുവരുന്നതുപോലെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. ദീപങ്ങളുടെ നിര എന്നാണ് ദീപാവലി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം. ദീപങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് അജ്ഞതയും തിന്മയും നീക്കി ജ്ഞാനവും നന്മയും നിറയ്ക്കുക എന്ന സന്ദേശമാണ് നൽകുന്നത്. ഹിന്ദു പുരാണപ്രകാരം രാമൻ രാവണനെ തോൽപ്പിച്ച് അയോധ്യയിലേക്ക് മടങ്ങിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ഉത്സവം ആരംഭിച്ചതെന്നാണ് വിശ്വാസം. ചിലർ ലക്ഷ്മി ദേവിയെ സ്വാഗതം ചെയ്യുന്ന ദിനമായും മറ്റു ചിലർ നരകാസുരന്റെ വധസ്മരണയായും ദീപാവലി ആചരിക്കുന്നു. കേരളത്തിൽ വ്യാപകമായി ആഘോഷിക്കാറില്ലെങ്കിലും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലും വിവിധ സമുദായങ്ങൾക്കിടയിലും പടക്കം പൊട്ടിച്ചും മധുരം പങ്കുവച്ചും വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. ഗുരുവായൂർ കിഴക്കേ ബ്രാഹ്മണ സമൂഹം തീർത്ഥക്കുളത്തിൽ ദീപാവലിയോടനുബന്ധിച്ച് ഗംഗാപൂജയ്ക്ക് തുടക്കം കുറിച്ചു. കിഴക്കേ മഠം അയ്യപ്പസന്നിധിയിൽ ഗണപതി പൂജയ്ക്കു ശേഷം അയ്യപ്പന് നിവേദ്യം, പൂജ, ദീപാരാധന എന്നിവയും തീർത്ഥക്കുളത്തിൽ ഷോഡശോപചാര പൂജ, ധൂപം, ദീപം, നൈവേദ്യം എന്നിവ നടന്നു. തുടർന്ന് ഗംഗാപൂജയും ആരതിയുമുണ്ടായി. ചടങ്ങിൽ സുഹാസ് വാദ്യാർ, ഗോപാലൻ, പ്രസിഡന്റ് GK ഹരിഹരകൃഷ്ണൻ, സെക്രട്ടറി TK ശിവരാമകൃഷ്ണൻ, ട്രഷറർ GS ഗണേഷ്, വൈസ് പ്രസിഡന്റ് GV രാമനാഥൻ, വനിതാ വിഭാഗം പ്രസിഡന്റ് ലളിത ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി ലതാ ത്യാഗരാജൻ എന്നിവരും സമൂഹാംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് എല്ലാ വർഷവും നടത്തിവരുന്ന സമുദായാംഗങ്ങളുടെ കുടുംബസംഗമവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. പരിപാടികളിൽ ഓൾ കേരള ബ്രാഹ്മണ സഭയുടെ ജില്ലാ സെക്രട്ടറി KL കൃഷ്ണമൂർത്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു.
ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ മറ്റം മേഖലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. മറ്റം ഗ്രൗണ്ടിനടുത്തുള്ള പുളിക്കൽ കാർത്തിയേനിയുടെ ഉൾപ്പെടെയുള്ള വീടുകളിലാണ് ഇടിമിന്നലിനെ തുടർന്ന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. കാർത്തിയേനിയുടെ വീട്ടിലെ ഇലക്ട്രിക് മീറ്റർ ബോർഡിൽ സ്ഥാപിച്ച ഫ്യൂസ് പൊട്ടിത്തെറിച്ച് തകരുകയും വീടിന്റെ ചുവരിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സിമന്റ് അടർന്നു മാറിയ നിലയിലുമാണ്. കോൺക്രീറ്റിന്റെ ഭാഗങ്ങളിൽ നിന്നും സിമന്റ് പാളികൾ ഇളകിയ സ്ഥിതിയാണുള്ളത്. കൂടാതെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളിൽ പലതിനും നാശനഷ്ടം സംഭവിച്ചതായും വലിയ ശബ്ദത്തോടുകൂടിയ പൊട്ടിത്തെറി ശബ്ദമുണ്ടായതായും കാർത്തിയേനി പറഞ്ഞു. മേഖലയിൽ മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇന്നലെ ഇടിവെട്ടി ചവിട്ട് പണിയുന്നത് ടൈല് പൊട്ടി, ചെമിര് പൊട്ടി, പിന്നെ പീസ് പൊട്ടിപ്പോയിട്ടുണ്ട്, ഓളിമല്ലിൻ്റെ പോയിട്ടുണ്ട്, പീസ് സ്വിച്ച് പോയിരിക്കുന്നു. കുന്നംകുളം നഗരസഭയിൽ ചാവക്കാട് വടക്കാഞ്ചേരി റോഡിനോട് ചേർന്ന് മനോഹരമായി നവീകരിച്ച ചാട്ടുകുളത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 28-ന് നടക്കും. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഒക്ടോബർ 28-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചാട്ടുകുളം ഔദ്യോഗികമായി ജനങ്ങൾക്ക് സമർപ്പിക്കും. EC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. ചാട്ടുകുളത്ത് ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് EC മൊയ്തീൻ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, T സോമശേഖരൻ, പ്രിയ സജീഷ്, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. അതിനുവേണ്ടി എല്ലാവരുടെയും കൂടി ശ്രമം എന്നാണ് ബന്ധിക്കേണ്ടത്. ഇവിടെ അല്പം കൂടി പണികൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള പൈസ 20 ലക്ഷം രൂപ അതിന് പ്രത്യേകം അനുമതിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്ത് തന്നെ കാര്യങ്ങളുടെ അനുമതിയിലേക്ക് കിടക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള അലങ്കാര വിളക്കുകൾ ഇതിൻ്റെ കൂടെ വരും. അത് നമുക്ക് മിക്കവാറും ജനുവരി മാസത്തിൽ തന്നെ പണി തീർക്കാനാവും. വളരെ ചെറിയ പണികളാണുള്ളത്. അതിൻ്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പറ്റിയ ഈ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെയുള്ള അതിനു വേണ്ടിയുള്ള ആളുകളെ ഇന്ന് കണ്ടെത്തി പിടിച്ച് ചെയ്യേണ്ടതാണ് ആ പണി. അതുകൂടി ഈ കുളത്തിൻ്റെ പണിയുടെ ബാക്കിയാകും എന്നുള്ള നിലയ്ക്ക് ചെയ്യാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട സ്ഥലം തീരുമാനിക്കണം. സംഘാടക സമിതി ഭാരവാഹികളായി സീതാ രവീന്ദ്രൻ, ബിന്ദു PV എന്നിവരെ നിയോഗിച്ചു. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ജലസ്രോതസ്സിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പ്രദേശത്തെ ടൂറിസം വികസനത്തിന് വലിയൊരു പാത സൃഷ്ടിക്കുക കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മൈനർ ഇറിഗേഷൻ വകുപ്പാണ് നിർവഹണ ചുമതല വഹിച്ചത്. 4 ഏക്കറോളം വിസ്തൃതിയിലാണ് വിശാലമായ ചാട്ടുകുളം സ്ഥിതി ചെയ്യുന്നത്. കുളത്തിന്റെ ആഴം കൂട്ടി ചുറ്റും സംരക്ഷണ ഭിത്തികൾ സ്ഥാപിക്കുകയും കുളത്തിലേക്ക് ഇറങ്ങുന്നതിനായി പടികളും കുളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കോൺക്രീറ്റ് ചെയ്ത് ടൈൽ വിരിച്ച നടപ്പാതയും കുളത്തിനു ചുറ്റും കൈവരിയും നിർമ്മിച്ച് മനോഹരമാക്കി. പെങ്ങമുക്ക് കള്ളുഷാപ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി കാലിൽ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി കാൽ തകർന്നു. ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് അപകടം. ചിറക്കൽ ഭാഗത്തു നിന്നും പെങ്ങാമുക്ക് ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതി കാൽ തകർന്നതോടെ പെങ്ങാമുക്ക് മേഖലയിൽ വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ KSEB ജീവനക്കാരെത്തി പോസ്റ്റ് മാറ്റുന്ന ജോലികൾ ആരംഭിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മതത്തിന്റെ പേരിൽ കുട്ടികളെ വേർതിരിച്ചു കാണുന്നവരായിരിക്കരുത് അധ്യാപകരെന്ന് പ്രഭാഷകയും അധ്യാപികയുമായ KJ ഷൈൻ ടീച്ചർ. ചൂണ്ടൽ പഞ്ചായത്ത് കുടുംബശ്രീ CDS 27ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മനുഷ്യത്വമില്ലാത്ത അധ്യാപകരെ തിരിച്ചറിയാൻ നമ്മൾ സ്വയം പഠിക്കണം. മനുഷ്യത്വമില്ലാത്ത അധ്യാപകർ നമ്മുടെ പുരാണങ്ങളിലുണ്ട്, ഇപ്പോൾ നാട്ടിലും. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ മനുഷ്യക്കുട്ടികളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് ഏതെങ്കിലും ടീച്ചർ സംസാരിക്കുന്നുണ്ടെങ്കിൽ, മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഈ രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിച്ച് കുട്ടികളെ മനുഷ്യനാക്കി ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനാണ് അധ്യാപകർ ശ്രമിക്കേണ്ടത്. ഭരണഘടനാ മൂല്യങ്ങളെ പഠിപ്പിക്കാനാണ്, നിങ്ങളുടെ തോന്നിവാസം പഠിപ്പിക്കാനല്ല, നിങ്ങളുടെ അറിവില്ലായ്മ വിളമ്പാനല്ല കുട്ടിയെ വിടുന്നതെന്ന് അധ്യാപകരുടെ മുഖത്തു നോക്കി പറയാനുള്ള ആർജവം രക്ഷിതാക്കൾക്കുണ്ടാകണമെന്നും ഷൈൻ ടീച്ചർ കൂട്ടിച്ചേർത്തു. മനുഷ്യത്വമില്ലാത്ത അധ്യാപകർ ഇപ്പോഴും നാട്ടിലുണ്ട്. അങ്ങനെ മനുഷ്യത്വമില്ലാത്ത അധ്യാപകരെ തിരിച്ചറിയാൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം പഠിക്കണം, നമ്മൾ വായിക്കണം, എന്നിട്ട് പറയണം. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ മനുഷ്യക്കുട്ടികളെ ജാതിയുടെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് ഏതെങ്കിലും ടീച്ചർ സംസാരിക്കുന്നുണ്ടെങ്കിൽ, മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. ടീച്ചറെ ഇത് പഠിപ്പിക്കാനല്ല, ഇങ്ങനെ ചെയ്യാനല്ല,
നിങ്ങൾക്ക് ഞങ്ങൾ ഫീസ് തരുന്നത്, പറയാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഞങ്ങൾ ഫീസ് തരുന്നത് എന്താണെന്നറിയോ? ഈ രാജ്യത്തെ കുട്ടികളെ ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിച്ച് മനുഷ്യരാക്കി ഈ സമൂഹത്തിലേക്ക് തിരിച്ചുവിടുന്നതിനാണ്. ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിക്കാനാണ്, നിങ്ങളെ തോന്നിയാസം പഠിപ്പിക്കാനല്ല, നിങ്ങളുടെ അറിവില്ലായ്മ വിളമ്പാനല്ല എന്റെ കുട്ടിയെ വിടുന്നത്, ഞാൻ ഫീസ് തരുന്നത്. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ ഉയർന്നുയരാം എന്ന പേരിൽ സംഘടിപ്പിച്ച വനിതാ സംഗമത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസ്രുൽ ബന്ന, ജൂലറ്റ് വിനു, സുനിത ഉണ്ണികൃഷ്ണൻ, ICDS സൂപ്പർവൈസർ CJ ഷൈനി, CDS പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, വൈസ് ചെയർപേഴ്സൺ സിജി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, CDS അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നവർക്ക് കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ടാകണമെന്ന് KJ ഷൈൻ ടീച്ചർ. കേച്ചേരിയിൽ കുടുംബശ്രീ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ ഭരണഘടനാപരമായ മൂല്യങ്ങൾ എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാൻ വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ സജ്ജമാക്കുക എന്നതാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ലക്ഷ്യം. എന്നാൽ പൊതുപ്രവർത്തകർ പൊതുസമൂഹത്തിൽ ശല്യമായി മാറുന്നുണ്ടെങ്കിൽ അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും പൊതുസമൂഹത്തിന് മോശമായിട്ട് പ്രവർത്തിക്കുന്നവർ, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അഭിപ്രായങ്ങളും പ്രകടനങ്ങളും പ്രവൃത്തികളും ചെയ്യുന്ന ആരാവട്ടെ, അത് സാധാരണ പ്രവർത്തകരാവട്ടെ, MLA ആവട്ടെ, MP ആവട്ടെ, ഈവൻ മന്ത്രി ആവട്ടെ, നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല, രാജ്യത്തിന് ചേർന്നതല്ല, ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ല, ഭരണഘടനാ മൂല്യങ്ങൾക്ക് അനുയോജ്യമല്ല എങ്കിൽ ജനങ്ങൾക്ക് ചിലപ്പോൾ കയ്യബദ്ധം പറ്റിയൊക്കെ ഇങ്ങനെ അവരൊക്കെ വരാം. പക്ഷെ അവരെ തിരുത്താനുള്ള ഉത്തരവാദിത്വവും നമ്മുടെ ജനങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തനിക്ക് നേരെ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അപവാദ പ്രചരണങ്ങളിൽ താൻ പോലീസിന് പരാതി നൽകി ധീരമായി നേരിടുകയാണ് ചെയ്തത്. എന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. ഒരു വിഭാഗത്തിന്റെ പ്രത്യേക സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു യുവാവ് ലൈംഗികാതിക്രമം മൂലം മാനസികമായി ബുദ്ധിമുട്ടി ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഏതെങ്കിലും സംഘടനയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തുറന്നു പറയുമ്പോൾ ആ പ്രസ്ഥാനങ്ങൾ തിരുത്താൻ തയ്യാറാകണമെന്നും ഷൈൻ ടീച്ചർ വ്യക്തമാക്കി. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇപ്പോൾ പ്രവർത്തിക്കുമ്പോൾ അത് അറിയാലോ, ജനങ്ങളിൽ നിന്ന് തന്നെ പ്രതികരണം ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ നോക്കിയാൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അടുത്ത ദിവസം ഒരു വീഡിയോ വന്നത്, ഒരു വിഭാഗത്തിൽ ഒരു പ്രത്യേക വിങ്ങിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പയ്യൻ അതിന് നേരിട്ട ലൈംഗിക ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ട് അത് മാനസികമായി ബുദ്ധിമുട്ടായി അത് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ ഇന്നതിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തുറന്നു പറയുമ്പോൾ ഇന്ന സംഭവങ്ങൾ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതാത് പ്രസ്ഥാനങ്ങൾ തിരുത്താൻ തയ്യാറാവണം. വേലൂർ RMS ബസ് സ്റ്റോപ്പിന് സമീപം കാർ മൺകൂനയിൽ കയറി മറിഞ്ഞു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. യാത്രക്കാരായ കരുനാഗപ്പള്ളി സ്വദേശികളായ ഷാൻ സദാനന്ദൻ, ദീപിക സോമൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി വടക്കാഞ്ചേരി റോഡിലാണ് അപകടമുണ്ടായത്. റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡരികിൽ കൂട്ടിയിട്ട മൺകൂനയാണ് അപകടത്തിന് ഇടയാക്കിയത്. ഈ പ്രദേശത്ത് പല ഭാഗങ്ങളിലുമായിട്ടുള്ള മൺകൂനകളും റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകളും വാഹനയാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 22 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മങ്ങാട് സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമാകുന്നത്. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷനാകും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും ചടങ്ങിൽ ആദരിക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ആദരവ് നിർവഹിക്കും. ഏറ്റവും സാങ്കേതിക സൗകര്യത്തോടുകൂടിയ UPS സംവിധാനം ഉൾപ്പെടെ അതിനാവശ്യമാകുന്ന സർവർ ക്രമീകരണം ഉൾപ്പെടെ ചെയ്തുകൊണ്ടാണ് ഒരു ഡിലേയും ഇല്ലാതെ ആളുകൾക്ക് ഫയൽ കൈകാര്യം ചെയ്തു പോകാൻ കഴിയുന്ന നിലയിലുള്ള ഓഫീസ് സമുച്ചയമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചു. കഴിഞ്ഞ 2023 നവംബർ 1 ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇപ്പോൾ 2 വർഷം കൊണ്ട് പൂർത്തീകരണത്തിലേക്ക്, 1ാം ഘട്ടം പൂർത്തീകരണത്തിലേക്ക് കടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ,
വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, തൃശൂർ LSGD ജോയിന്റ് ഡയറക്ടർ D സജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എന്നിവർ മുഖ്യാതിഥികളാകും. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. 27,000 സ്ക്വയർ ഫീറ്റുള്ള 2 നില കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ പഞ്ചായത്ത് കാര്യാലയം, ഫസ്റ്റ് ഫ്ലോറിൽ കൃഷിഭവൻ, കുടുംബശ്രീ, ഗ്രാമസേവകൻ, തൊഴിലുറപ്പ് എഞ്ചിനീയർ വിഭാഗങ്ങൾ തുടങ്ങി വിവിധ ഓഫീസുകളും പ്രവർത്തിക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, ES സുരേഷ്, LP അജയൻ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം അഞ്ഞൂർ കുന്നത്ത് CPM പ്രവർത്തകന് മർദ്ദനമേറ്റു. ചിറ്റഞ്ഞൂർ സ്വദേശി ആലത്തി വീട്ടിൽ 35 വയസ്സുള്ള ബിനീഷിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രി 8:30യോടെയാണ് സംഭവം. കർണാടകയിൽ ജോലി ചെയ്യുന്ന ബിനീഷ് മാസത്തിലൊരിക്കലാണ് നാട്ടിലേക്ക് അവധിക്ക് വരാറുള്ളത്. ഈ സമയത്ത് അഞ്ഞൂർ കുന്നത്തെ സുഹൃത്തുക്കളെ കാണാൻ പോയി തിരിച്ചുവരുന്ന സമയത്താണ് 3-അംഗ സംഘം ബിനീഷിനെ തടഞ്ഞു നിർത്തി തലയ്ക്കുൾപ്പെടെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മുഖത്തും തലയ്ക്കും കൈക്കും ഉൾപ്പെടെ പരിക്കേറ്റ ബിനീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. വ്യാജരേഖ ചമച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 3.75 ലക്ഷം രൂപയുടെ സബ്സിഡി തുക തട്ടിയെടുത്തതായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2 വനിതാ ജനപ്രതിനിധികളാണ് തുക തിരിമറി നടത്തി തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. ഇവരിൽ ഒരാൾ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മറ്റൊരാൾ പൊന്നിയൂർ പഞ്ചായത്ത് അംഗവുമാണ്. 2024-25 സാമ്പത്തിക വർഷം വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായാണ് ആരോപണ വിധേയരായ 2 ജനപ്രതിനിധികൾ അംഗമായ ഗ്രൂപ്പിന് തുക അനുവദിച്ചത്. കേരള ബാങ്ക് എടക്കര ബ്രാഞ്ചിൻ്റെ സഹായത്തോടെ 5 ലക്ഷം രൂപയാണ് വായ്പ അനുവദിച്ചത്. ഇതിൽ 3.75 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡി നൽകിയത്. സ്ഥാപനത്തെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നതോടെ ബ്ലോക്ക് സെക്രട്ടറിയും വ്യവസായ ഓഫീസറും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ നമ്പർ പോലുമില്ലാത്ത ഒരു ഷെഡിൽ പഴയ 2 കമ്പ്യൂട്ടറുകളും പഴയ ഒരു മോണിറ്ററും മാത്രമാണ് കണ്ടത്. സ്ഥാപനം പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന് സമർപ്പിച്ച ഒരു സ്ഥാപനത്തിൻ്റെ ബില്ലിൽ പുതിയ 4 കമ്പ്യൂട്ടറുകൾ വാങ്ങിയതായുള്ള വ്യാജരേഖയാണ് കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. പദ്ധതി നടത്തിപ്പിനായി ഒരു സംവിധാനവും ചെയ്യാതെ 2 ജനപ്രതിനിധികളും ചേർന്ന് പണം തട്ടിയെന്നാണ് പരാതി. സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടത്താൻ നിരവധി തവണ ബ്ലോക്ക് പ്രസിഡന്റ് ആവശ്യപ്പെട്ടെങ്കിലും ബ്ലോക്ക് അംഗം ഒഴിഞ്ഞുമാറിയെന്ന് പറയുന്നു. സബ്സിഡി തുക തിരിച്ചുപിടിക്കാനും ഇതു സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും പോലീസിനും പരാതി നൽകാനും തീരുമാനിച്ചതായി ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചു. നമ്മുടെ എടക്കര മദ്രസ കെട്ടിടത്തിൽ എന്നൊരു ഗ്രൂപ്പിൽ പറഞ്ഞ് അവർക്ക് ധനസഹായം കേരള ബാങ്ക് മുഖേന 5 ലക്ഷം നമ്മൾ അനുവദിച്ച ഫണ്ട് 3 ലക്ഷത്തി. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ 2 ജനപ്രതിനിധികളെയും അയോഗ്യരാക്കണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഉണ്ണി മന്നലാങ്കുന്ന്, മെമ്പർമാരായ K ആഷിദ, K കമറുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. വേലൂർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ ആദരണീയം 2025 സംഘടിപ്പിച്ചു. RRT അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അങ്കണവാടി പ്രവർത്തകർ, വയോജനങ്ങളെ സംരക്ഷിക്കുന്ന പുഷ്പസദനിലെ മദർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാപ്രവർത്തക, കുടുംബശ്രീ പ്രവർത്തകർ, യുവകർഷകർ, SSLC+2 വിജയം നേടിയവർ തുടങ്ങിയവരെയാണ് ആദരിച്ചത്. വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന സമിതി ഹാളിൽ നടന്ന ആദരണീയം പ്രശസ്ത ഗാനരചയിതാവായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, പഞ്ചായത്ത് അംഗം വിമല നാരായണൻ, KV പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പാഠപുസ്തകത്തിൽ നിന്നുള്ള അറിവുകൾക്കൊപ്പം നിരവധി പാഠങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കുന്നംകുളം ബദാനിയ ഫിനിഷിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ മാധ്യമ പ്രവർത്തനത്തിൽ പരിശീലനം നൽകി. കുന്നംകുളം മേഖലയിൽ നിന്നുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത്. വാർത്ത തയ്യാറാക്കൽ, വാർത്താവതരണം, പ്രോഗ്രാം ആങ്കറിംഗ് തുടങ്ങിയവയിലായിരുന്നു പരിശീലനം. ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം 50-ലേറെ കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കാളികളായത്. ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ബദാനിയ ഫിനിഷിംഗ് സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന ഭൈമി തരിയൻ, അധ്യാപിക KP രുക്മ എന്നിവർ മാധ്യമ പരിശീലനത്തിന് നേതൃത്വം നൽകി.
കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു. മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾ അധിക സമയം ഫോണിലും ടാബിലും സമയം ചെലവാക്കുന്നുവെന്ന പരാതിക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ബദാനിയ ഫിനിഷിംഗ് സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത്. ചുറ്റുമുള്ള ജീവിതങ്ങളെ കാണുക, മനസ്സിലാക്കുക, പഠിക്കുക എന്നതാണ് ഫിനിഷിംഗ് സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പണത്തിന്റെ ക്രയവിക്രയങ്ങളെ സംബന്ധിച്ചും കൈയക്ഷരം മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും ഭക്ഷണമേശയിലെ മര്യാദകൾ, ശീലങ്ങൾ എന്നിവയുടെ ക്ലാസും പരിശീലനവും ഇതിനകം നടത്തിക്കഴിഞ്ഞു. രണ്ടാം ശനിയാഴ്ചകളിലും പൊതു അവധി ദിനങ്ങളിലുമാണ് ബദാനിയ ഫിനിഷിംഗ് സ്കൂളിന്റെ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. ഒക്ടോബർ 21 പോലീസ് സ്മൃതി ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസ് സബ് ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് മെഗാ രക്തദാന ക്യാമ്പ് നടത്തുന്നു. രക്തദാനം നടത്താൻ താൽപ്പര്യമുള്ളവർ ചൊവ്വാഴ്ച രാവിലെ 9:30 മുതൽ കുന്നംകുളം ACP ഓഫീസിൽ എത്തിച്ചേരണമെന്ന് പോലീസ് അറിയിച്ചു. ബാങ്കുകൾ വായ്പകൾ ക്രമീകരിച്ചു നൽകി വീടുകളുടെ ജപ്തി നടപടിയിൽ നിന്നും പിന്തിരിയണമെന്ന് CMP കുന്നംകുളം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. CMP കൺട്രോൾ കമ്മീഷൻ അംഗം PRN നമ്പീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വികാസ് ചക്രപാണി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ജയസിംഗ് കൃഷ്ണൻ, ദളിത് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ശശി നെട്ടിശ്ശേരി, അഡ്വക്കേറ്റ് ജെയ്സൺ ചെമ്മണ്ണൂർ എന്നിവർ സംസാരിച്ചു. സുരേഷ് MN, സിന്ധു സുദീപ്, ഹരിദാസ് കാഞ്ഞിരക്കോട്, KC ഹംസ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. NA രമേശ് സ്വാഗതവും മോഹിനി ഷാജൻ നന്ദിയും പറഞ്ഞു. സമ്മേളനം 20 അംഗ ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയവർക്ക് സർക്കാർ നൽകുമെന്നറിയിച്ചിരുന്ന പണം നൽകിയില്ലെന്ന് പരാതി. 200-ൽ പരം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും വ്യാപാര സ്ഥാപനങ്ങളും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവർക്ക് അർഹമായ തുക നൽകാമെന്ന് സ്ഥലം MLA കൂടിയായ AC മൊയ്തീൻ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഉദ്ഘാടനമായിട്ടും നിശ്ചയിച്ച തുക സ്ഥല ഉടമകൾക്ക് നൽകിയിട്ടില്ല. തൊഴിൽ നഷ്ടപ്പെട്ട പല വ്യാപാരികളും ബുദ്ധിമുട്ട് നേരിടുകയാണ്. വാഗ്ദാനം നൽകിയ തുക ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ നൽകാൻ MLAയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും തയ്യാറാകണമെന്ന് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഒരു നിലക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് വികസനത്തിന് ഞങ്ങൾ തടസ്സമല്ല, ഉദ്ഘാടിച്ചോട്ടെ. പക്ഷേ മറ്റുള്ളവരുടെ ഭൂമി ഏറ്റെടുത്തത് അവർക്ക് അർഹിച്ച ആ ഭൂമിയുടെ ആ പ്രദേശത്ത് എന്താണ് അതിന്റെ വില, ആ വില അവർക്ക് നൽകിക്കൊണ്ട് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകി ഏകണമെന്നാണ് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്. അതെന്തായാലും ഇവിടുത്തെ ഭരണാധികാരികള് നമ്മുടെ MLAയും അതേപോലെ തന്നെ കേരളം ഭരിക്കുന്ന അതിന്റെ അടക്കമുള്ള മന്ത്രിയും അതിനോടൊപ്പമുള്ള അതിൽ ഇടപെടുന്ന ഉദ്യോഗസ്ഥന്മാരും ശ്രദ്ധയിലേക്ക് ഞങ്ങൾ പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പന്നിത്തടം സെന്ററിൽ നിത്യേന സംഭവിക്കുന്ന അപകടങ്ങൾ, 4 ഭാഗത്തും റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ നിർമ്മിക്കണമെന്നും നിലവിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകളുടെ അപാകതകൾ പരിഹരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്പീഡ് ബ്രേക്കറുകൾ ഒരു 10 മീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് 2 അതിലധികമോ ഏറ്റവും ചുരുങ്ങിയത് 2 ഭാഗങ്ങളിലായി ഒരു 20 മീറ്റർ ഗ്യാപ്പിനടുത്ത് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഏതാണ് മെയിൻ റോഡ് എന്നറിയാത്ത സാഹചര്യത്തിൽ സ്പീഡിൽ വന്നാൽ അപകടങ്ങൾ സർവ്വസാധാരണയായി സംഭവിക്കും. അധികൃതരുടെ അനാസ്ഥയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, UDF മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചിറമനേങ്ങാട്, സലാം വലിയകത്ത്, റഫീഖ് ഐനിക്കുന്നത്ത്, വിഷ്ണു ചിറമനേങ്ങാട്, ജസീർ, ജാഫർ, സുഭാഷ്, രാമകൃഷ്ണൻ, MS അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖില കേരള ഫ്ലഡ് ലൈറ്റ് വടംവലി മത്സരം സംഘടിപ്പിച്ചു. മങ്ങാട് മിനി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. MFA പ്രസിഡന്റ് ഷോബി ജോൺ അധ്യക്ഷനായി. കേരളത്തിലെ 25 പ്രശസ്ത ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ യുവധാര പൗണ്ട് വരന്തരപ്പള്ളി ജേതാക്കളായി. അവഞ്ചേഴ്സ് വാണിയംകുളം 2ാം സ്ഥാനവും വിൻബോയ്സ് തൃശൂർ 3ാം സ്ഥാനവും നേടി. തൃശൂർ IRE അസോസിയേഷനായിരുന്നു മത്സരം നിയന്ത്രിച്ചത്. വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും സമ്മാനിച്ചു. മഴ നനയാതെ ജനങ്ങൾക്ക് മത്സരം കാണാനുള്ള പ്രത്യേക ഗാലറി ഒരുക്കിയിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് ക്ലബ്ബായ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ സ്പോർട്സ് തെറാപ്പിസ്റ്റായ മങ്ങാട് സ്വദേശി VV വിജീഷ്, 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ MFA അംഗം രാദേവിനെയും യോഗത്തിൽ ആദരിച്ചു. ഭാരവാഹികളായ PA ജോസഫ്, ഷോബി ജോൺ, PS ഗിരീഷ്, വിപിൻ വിൻസെന്റ് എന്നിവർ സംസാരിച്ചു.
കൂട്ടങ്ങളിലേക്ക് എത്തിയെത്തുന്ന മരണപ്പോളിൽ മുഖാമുഖം കണ്ടുമുട്ടുന്ന കമ്പകതിയുടെ കൊലകുമെന്ന അനവധിയായ വടംവലി വേദികളിൽ മുഖാമുഖം മാറ്റിവെച്ച് കമ്പപ്പോരിന്റെ കളിക്കളത്തിൽ ബോൺമേരോ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന കുരുന്നുകളുടെ ചികിത്സാ ഫണ്ട് സമാഹരണത്തിനായി കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 22 ബുധനാഴ്ച സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വന്നൂർ ചെമ്മന്തിട്ട കാളിയടത്തു വീട്ടിൽ മനോജ് സുധാ ദമ്പതികളുടെ മക്കളായ അവനികയും ആയുഷുമാണ് അസുഖബാധിതരായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അവനിക ചൂണ്ടൽ സ്കൂളിലും ആയുഷ് മരത്തംകോട് സ്കൂളിലുമാണ് പഠിക്കുന്നത്. ഇരുവരുടെയും ചികിത്സയ്ക്കായി 1.20 കോടി രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. സാധാരണ ജീവിതം നയിക്കുന്ന ഈ കുടുംബത്തിന് ആശുപത്രി ചെലവ് വഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് KBTA ചികിത്സാ സഹായത്തിനായി കാരുണ്യയാത്ര നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 80 ബസ്സുകൾ കാരുണ്യയാത്രയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 22-ാം തീയതി ഈ 2 കുട്ടികൾ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാരുണ്യയാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 85 ബസ്സുകൾ എന്ന് പറയുമ്പോൾ തീരുമാനിച്ച ബസ്സുകളാണ് പറഞ്ഞത്. നിങ്ങൾ തുടങ്ങുമ്പോൾ 60 ബസ്സാണ് നമ്മുടെ ഉണ്ടാകുള്ളൂ എന്നാണ് പ്രതീക്ഷിച്ചത്. 85 ബസ്സായി. ഞങ്ങൾക്ക് തോന്നുന്നത് 22-ാം തീയതി ആകുമ്പോഴേക്കും 100 ബസ്സാകുമെന്നാണ്. അന്ന് ഈ എല്ലാ ബസ്സുകളും കിട്ടുന്ന മുഴുവൻ കളക്ഷനും ചെലവ് കഴിച്ചുള്ള മുഴുവൻ കളക്ഷനും ഈ കുട്ടിയുടെ ചികിത്സാ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. മുഴുവൻ കളക്ഷൻ തുകയും കുട്ടികളുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് കൈമാറും. 22-ന് രാവിലെ 10-ന് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാരുണ്യയാത്ര CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. KBTA രക്ഷാധികാരി M. ബാലാജി, ജില്ലാ സെക്രട്ടറി VV മുജീബ്, ഏരിയ ഭാരവാഹികളായ PG വിശ്വനാഥൻ, ജോൺ ജേക്കബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രോത്സവം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കും. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുന്നൂർക്കുളം രാമരാജ മെമ്മോറിയൽ UP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം ബുധനാഴ്ച വൈകിട്ട് മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുക്കും. ഉപജില്ലയിലെ 96 സ്കൂളുകൾ മേളയിൽ പങ്കെടുക്കും. സയൻസ്, സോഷ്യൽ സയൻസ് മേളകൾക്ക് പുന്നൂർക്കുളം രാമരാജ മെമ്മോറിയൽ UP സ്കൂൾ വേദിയാകും. പ്രവൃത്തി പരിചയമേളയും IT ഗണിതശാസ്ത്ര മേളകളും കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 2 ദിവസങ്ങളിലായി 3350 കുട്ടികൾ മേളയിൽ പങ്കെടുക്കും. NCC കേഡറ്റുകൾക്ക് ആവേശമായി 88 വയസ്സുള്ള സാവിത്രി അമ്മയുടെ സാന്നിധ്യം. പാതി തളർന്ന അമ്മയെ ലോകം കാണിച്ച് ശ്രദ്ധ നേടിയ രാജഗോപാലാണ് സാവിത്രി അമ്മയെ NCC കേഡറ്റുകൾക്ക് മുന്നിൽ എത്തിച്ചത്. 24 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലുള്ള മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകൾ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി ആളൂർ പാലം ശുചീകരണ സമയത്താണ് സാവിത്രിയമ്മയും മകനും ആ വഴിയിലൂടെ കാറിൽ കടന്നു പോയിരുന്നത്. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ കേഡറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്ത അമ്മ പിന്നീട് വീൽചെയറിൽ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. കുട്ടികളിൽ മാതൃസ്നേഹത്തിന്റെ വലിയ കരുതൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള നല്ല പാഠമായി കാറിലിരിക്കുന്ന അമ്മയെ കൈകളിൽ താങ്ങി മകൻ വീൽചെയറിലിരുത്തി കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. പുത്രസ്നേഹത്തിന്റെ വലിയ അറിവുകൾ അമ്മയുടെ മുഖത്തു നിന്നും മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ ആവേശഭരിതരായി. തന്റെ സഹപാഠിയായ രാജഗോപാലിനെയും മാതാവിനെയും പറ്റി NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു കുട്ടികൾക്ക് വിശദീകരിച്ചു. സിഖുകാരനായ സൈനികൻ ഹവീൽദാർ മഞ്ജിത് സിംഗിനോടൊപ്പം ഫോട്ടോയെടുത്തും കേഡറ്റുകളെ സല്യൂട്ട് ചെയ്തുമാണ് സാവിത്രിയമ്മ കുട്ടികളോട് യാത്ര പറഞ്ഞത്. പാതി തളർന്ന അമ്മയെ എടുത്ത് ലോകം ചുറ്റുന്ന ചൂണ്ടൽ സ്വദേശിയായ മകന്റെ യാത്രകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ BJP വരവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ദേവസ്വം മന്ത്രി വാസവന്റെയും കോലം കത്തിച്ചു. ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വരവൂർ പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ കാടാമ്പുഴ എന്നിവർ സംസാരിച്ചു.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. പാറയമ്പാടം വില്ലേജ് റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം KHRA ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സുന്ദരൻ നായർ അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. NK അശോകൻ സംഘടനാ സന്ദേശം നൽകി. OKR മണികണ്ഠൻ, ശേഷാദ്രി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഫിയാസ് വാർഷിക റിപ്പോർട്ടും ദേവൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. VR സുകുമാരൻ, അബ്ദുൾ ഖാദർ, പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ യൂണിറ്റ് പ്രസിഡന്റായി സുന്ദരൻ നായർ, സെക്രട്ടറി ഫിയാസ്, ട്രഷറർ KP ദേവൻ എന്നിവരെ തെരഞ്ഞെടുത്തു. TA ഉസ്മാൻ സ്വാഗതവും KP ദേവൻ നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരിയിൽ ദീപാവലി മുഹൂർത്ത കച്ചവടത്തിൽ അടയ്ക്ക വില ഉയർന്നു. അടയ്ക്ക കർഷകർ ആഹ്ലാദത്തിൽ. കേരളത്തിലെ പ്രധാന അടയ്ക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ ഉത്തരേന്ത്യൻ മാതൃകയിൽ നടത്തിയ ദീപാവലി മുഹൂർത്ത കച്ചവടത്തിനായി തിങ്കളാഴ്ച മാർക്കറ്റിലെത്തിയ 6500 തുലാം അടയ്ക്ക ഞായറാഴ്ച മുതൽ പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികളുമായി 2000-ലധികം ചാക്ക് അടയ്ക്കയാണ് ലേലത്തിനായി എത്തിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9:30 ആരംഭിച്ച ലേലം വൈകിട്ട് 5 വരെ തുടർന്നു. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി കർഷകരാണ് പുലർച്ചെ മുതൽ മാർക്കറ്റിലേക്ക് എത്തിയത്. മുഹൂർത്ത കച്ചവടത്തിന്റെ ഭാഗമായി കർഷകർക്ക് A1 ഗ്രേഡ് അടയ്ക്കയ്ക്ക് കിലോയ്ക്ക് 507 രൂപ 50 പൈസ വരെ വില ലഭിച്ചു. അത് ഏറെ പ്രതീക്ഷയായി. പുതിയ അടയ്ക്ക 450, പട്ടോർ 350, കോക്ക 250, ലാലി 280 രൂപ നിരക്കിൽ വിൽപ്പനയും നടന്നു. 2024-ൽ ദീപാവലി മുഹൂർത്തത്തിൽ കിലോയ്ക്ക് 405 രൂപയായിരുന്നു വില. ഈ വർഷം മികച്ച വിലയിലാണ് ലേലം നടന്നത്. വൻതോതിൽ അടയ്ക്ക എത്തിയതോടെ മാസങ്ങൾക്ക് ശേഷം ചുമട്ടുതൊഴിലാളികൾക്കും മികച്ച പണിയും ലഭിച്ചു. ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ അടയ്ക്ക ഇറക്കുമതി വ്യാപാരം തുടങ്ങിയതോടെ വില കുത്തനെ ഇടിഞ്ഞിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കിലോയ്ക്ക് 450, 475 എന്ന നിലയിൽ വിൽപ്പന നടന്നു. 2023-2024 വർഷങ്ങളിൽ യഥാക്രമം 228, 160 ടൺ അടയ്ക്ക ദീപാവലി മുഹൂർത്ത കച്ചവടത്തിനായി ഇവിടെ എത്തിയിരുന്നു. ഇത്തവണ 130 ടൺ അടയ്ക്കയാണ് എത്തിയത്. ഓരോ വർഷം തോറും ഉൽപാദനം കുറയുന്ന സാഹചര്യത്തിൽ അടയ്ക്ക കർഷകർ പ്രതിസന്ധിയിലാണ്. കോവിഡ് കാലത്ത് കിലോയ്ക്ക് 625 രൂപയോളം വില ലഭിച്ചിരുന്നു. ഇത്രയും ഉയർന്ന വില കർഷകർക്ക് പിന്നീട് ലഭിച്ചിട്ടില്ല. 1953-ൽ ചാലിശ്ശേരിയിൽ ആരംഭിച്ച പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ 2023 വർഷത്തിലാണ് ദീപാവലി മുഹൂർത്ത കച്ചവടം ആരംഭിച്ചത്. ഉത്തരേന്ത്യയിൽ പുതിയ സാമ്പത്തിക വർഷം ദീപാവലി ദിവസം മുതലാണ് ആരംഭിക്കുന്നത് എന്നതിനാൽ ഈ ദിവസം മുതൽ കച്ചവടത്തിൽ നേട്ടമുണ്ടാകുമെന്നാണ് വിശ്വാസം. മാർക്കറ്റിൽ ദീപാവലിയോടനുബന്ധിച്ച് വൈദ്യുതി ദീപാലങ്കാരവും മധുര വിതരണവും ഒരുക്കി. കേരളത്തിനകത്തും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപാരികൾ ലേലത്തിനായി ചാലിശ്ശേരിയിലെത്തി. പ്രമുഖ അടക്ക വ്യാപാരി താണിയിൽ മാനുക്ക മുഖ്യാതിഥിയായി. മുഹൂർത്ത കച്ചവടത്തിന് രക്ഷാധികാരി ഷിജോയ് തോലത്ത്, പ്രസിഡന്റ് ബഷീർ മണാട്ടിൽ, വൈസ് പ്രസിഡന്റ് സാലിഹ് കാണക്കോട്ടിൽ, സെക്രട്ടറി ബാബു കണ്ടരാമത്ത് എന്നിവർ നേതൃത്വം നൽകി. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കുന്നംകുളം ഏരിയ സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിക്കും. ഏരിയ പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ് അധ്യക്ഷനാകും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ 2 ദിവസങ്ങളിലായി നടക്കുന്ന ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഏരിയ പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ്, സെക്രട്ടറി ബാബു ജോർജ്, പ്രോഗ്രാം കൺവീനർ സന്ദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിർമ്മാണ മേഖലകളിൽ കേരളത്തിലെ നിർമ്മാണ മേഖലയിലെ സജീവ സാന്നിധ്യമാണ് ലെൻസ്ഫെഡ്. ലെൻസ്ഫെഡിൻ്റെ നമ്മുടെ കുന്നംകുളം ഏരിയ സമ്മേളനമാണ് നമ്മൾ ഈ വരുന്ന 21, 22 ദിവസങ്ങളായിട്ട് നടത്തുന്നത്. അതിൽ 21-ാം തീയതി നമ്മൾ ഒരു എക്സ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിലുള്ള സ്റ്റുഡൻസിന് ഒരു ക്ലാസ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഹൗ ടു ബിക്കം എ സിവിൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ആ ഒരു ക്ലാസ്സും കൂടി ഈ സമ്മേളനത്തിനോടൊപ്പം ഫസ്റ്റ് ഡേ നടത്തുന്നുണ്ട്. കടവല്ലൂർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി നിർമ്മിച്ച പകൽ വീടിന്റെ ഉദ്ഘാടനം നടത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 4-ാം വാർഡ് വട്ടമാവ് ഉന്നതിയിൽ പകൽ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വട്ടമാവ് ഉന്നതിയെ അംബേദ്കർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉന്നതിയുടെ വികസനത്തിനായി 1 കോടി രൂപ കൂടി അനുവദിക്കുമെന്ന് MLA പറഞ്ഞു. അവിടെ നമുക്ക് വീടുകളിലെ റിപ്പയറിങ്ങോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെച്ചെങ്കിൽ
തീരെ കക്കൂസില്ലാത്ത വീടുകളുണ്ട് വെച്ചാൽ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കൽ, ഇത്തരം കാര്യങ്ങൾക്കാണ്. ജനുവരി മാസത്തിൽ അതിൻ്റെ അനുമതി കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ദുരിതമുള്ള കുടുംബങ്ങളിലെ ആ പ്രശ്നം കൂടി പരിഹരിക്കാൻ ജനുവരിയിൽ നമുക്ക് പരിപാടി ഉണ്ടാക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. എല്ലാവരും ഇങ്ങനെ ഒത്തിരിക്കുന്നത് തന്നെ കാണുന്നത് സന്തോഷം. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK വിശ്വംഭരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA ഫൗസിയ, വാർഡ് മെമ്പർ MK രാജേഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ബിന്ദു ധർമ്മൻ, ആയുർവേദ ഡോക്ടർ മണികണ്ഠൻ, പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ, ആശാവർക്കർ സരസു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പകൽ സമയത്ത് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ മാനസിക ഉല്ലാസത്തിനും സംരക്ഷണത്തിനുമായി നിർമ്മിച്ച പകൽ വീട്ടിൽ ഭക്ഷണം, TV, ഫ്രിഡ്ജ്, പത്രം, വിശ്രമമുറി, ബാത്റൂം സൗകര്യങ്ങളും ചികിത്സാ സംവിധാനവും മരുന്നും അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ പരിശീലനവും നൽകും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ പ്രവർത്തിക്കുന്ന പകൽ വീട്ടിൽ ഒരു കെയർ ടേക്കറെയും പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട്. മതം മനുഷ്യരെ അകറ്റി നിർത്തുകയോ വേർതിരിവുണ്ടാക്കുകയോ വർഗീയ ധ്രുവീകരണത്തിന് കാരണമാവുകയോ ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് മനുഷ്യരെ പരസ്പരം ചേർത്ത് നിർത്തുകയും മാനവികതയുടെ സന്ദേശം നൽകുകയും ചെയ്യുന്ന ദർശനമാണെന്ന് SYS സംസ്ഥാന സെക്രട്ടറി സാദിഖ് സഖാഫി പെരിന്താറ്റിറ്റി പറഞ്ഞു. SYS ചാവക്കാട് സോൺ സംഘടിപ്പിച്ച സ്നേഹലോകം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോൺ പ്രസിഡന്റ് ബഷീർ സുവരി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ RVM ബഷീർ മൗലവി പതാക ഉയർത്തി. വാഹിദ് നിസാമി, അബ്ദുൾ മജീദ് അരിയല്ലൂർ, സിറാജുദ്ദീൻ സഖാഫി കൈപ്പമംഗലം, സിദ്ദിഖ് സഖാഫി ഒറ്റപ്പാലം എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. പൂർണ്ണതയുടെ മനുഷ്യ കാവ്യം എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിൽ CKM ഫാറൂഖ്, ജാഫർ ചേലക്കര, പ്രസാദ് കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ അഷ്ടപതി കലാകാരന്മാർക്ക് നാടിന്റെ ആദരം. ഗീതാഗോവിന്ദം ട്രസ്റ്റ് ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക അഷ്ടപതി പഠന കേന്ദ്രം സംഘടിപ്പിച്ച ഗുരുവായൂർ ജ്യോതിദാസിന്റെ 62 ശിഷ്യരുടെ അരങ്ങേറ്റത്തിൽ പങ്കെടുത്തവർക്കാണ് ആദരമൊരുക്കിയത്. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവരാണ് സെപ്റ്റംബർ 28-ന് ഗുരുവായൂർ ക്ഷേത്രം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം നടത്തിയത്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രതിനിധി നിജീഷ് രാംദാസ് റെക്കോർഡ് പ്രഖ്യാപനം നടത്തി. ജ്യോതിദാസ് ഗുരുവായൂരിനെയും മകൾ ആര്യ ജ്യോതിദാസിനെയും ആദരിച്ചു. ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, GK പ്രകാശൻ, കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരി, ഡോക്ടർ മണ്ണൂർ രാജകുമാരനുണ്ണി, മൗനയോഗി ഹരിനാരായണൻ, സദനം ഹരികുമാർ, രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, KP ഉദയൻ, ശോഭ ഹരിനാരായണൻ, VK സുജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമസ്ത കുന്നംകുളം താലൂക്ക് കമ്മിറ്റിയുടെ 100ാം വാർഷിക സമ്മേളന സ്വാഗത സംഘ രൂപീകരണ കൺവെൻഷൻ സുലൈമാൻ ദാരിമി ഏലംകുളം ഉദ്ഘാടനം ചെയ്തു. മാനവികതയും മതസൗഹാർദ്ദവും കുഞ്ഞിളം മനസ്സുകളിലേക്ക് പകർന്നു നൽകേണ്ടതിന് പകരം വർഗീയതയും മതചിഹ്നങ്ങളോട് വെറുപ്പ് കുത്തിവെക്കാനും ശിരോവസ്ത്രം കാണുമ്പോൾ മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കുകയും ചെയ്യുന്നതിന് ചില അധ്യാപകർ നേതൃത്വം നൽകുന്നത് ആശാവഹമല്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. SKJU താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. സമസ്ത തൃശൂർ ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ കേച്ചേരി ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം അനുസ്മരണ പ്രഭാഷണം നടത്തി. ഷഹീർ ദേശമംഗലം സ്വാഗത സംഘം രൂപീകരണത്തിന് നേതൃത്വം നൽകി. സുലൈമാൻ ദാരിമി കടവല്ലൂർ, ഉമ്മർ അൻവരി വാഗ, അബ്ദുൾ റഹ്മാൻ ഫൈസി പഴുന്നാന, സിദ്ദീഖ് ബദരി ചിറയൻകാട്, VS അബൂബക്കർ, ഷെരീഫ് ഫൈസി മങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. വലിയ പങ്കുവഹിക്കുന്ന ഈ സംഗമത്തിന് സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഇബ്രാഹിം ഫൈസി പഴുന്നാന, അതിലൂടെ പ്രിയപ്പെട്ട തുല്യത്തിൽ കുടുംബായ ജില്ലാ ട്രഷറർ തുല്യത്തിൽ മാലിന്യ കരുത്തനായ സാധനീയമായ സുലൈമാൻ. വാഴപ്പള്ളി കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ 2ാമത് ജില്ലാതല ചിത്രരചനാ മത്സരം നടത്തി. ആർത്താറ്റ് സെന്റ് തോമസ് LP സ്കൂളിൽ നടന്ന മത്സരം ആർത്താറ്റ് ഹോളി ക്രോസ് ചർച്ച് വികാരി ഷിജോ മാപ്രാണത്തുകാരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VD ജോഷി സ്വാഗതവും ട്രഷറർ വിനു വാഴപ്പള്ളി നന്ദിയും പറഞ്ഞു. KG മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സിൻഡോ തോമസ്, ലോജി ജെയിംസ്, വാഴപ്പള്ളി കുടുംബാംഗങ്ങളും നേതൃത്വം നൽകി. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പിന്നീട് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
29-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടകമ്പാൽ സ്വദേശി നടുവിൽപ്പാട്ട് വീട്ടിൽ രത്നാകരന്റെ മകൻ രാഹുൽ കൃഷ്ണയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ കിടപ്പുമുറിയിലെ ഫാനിൽ ഷാളിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. കുന്നംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. ജോലി ലഭിക്കാത്തതിന്റെയും വീടിന്റെ വായ്പ അടച്ചു തീരാത്തതിന്റെയും മനോവിഷമത്തിലായിരുന്നു രാഹുൽ എന്ന് പറയുന്നു. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,980 രൂപ, പവന് 95,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 180 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരുട്ടിന്റെ മേൽ വെളിച്ചം നേടുന്ന വിജയത്തെ അടയാളപ്പെടുത്തി രാജ്യം ദീപാവലി ആഘോഷിച്ചു. മേഖലയിൽ ദീപങ്ങൾ തെളിയിച്ച ആഘോഷം. ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹത്തിൽ നടന്ന ദീപാവലി ആഘോഷം വർണ്ണാഭം. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും ചൊവ്വാഴ്ച രാജിവെക്കും. രാവിലെ 11-ന് സെക്രട്ടറി മുൻപാകെ ജിയോ ഫോക്സ് രാജി സമർപ്പിക്കും. തുടർന്ന് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് പ്രസിഡന്റിന്റെ ചുമതല താൽക്കാലികമായി ഏറ്റെടുക്കും. വ്യാജരേഖ ചമച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 3.75 ലക്ഷം രൂപയുടെ സബ്സിഡി തുക തട്ടിയെടുത്തതായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്. 2 വനിതാ ജനപ്രതിനിധികളാണ് തുക തിരിമറി നടത്തി തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. കുന്നംകുളം നഗരസഭയിൽ ചാവക്കാട് വടക്കാഞ്ചേരി റോഡിനോട് ചേർന്ന മനോഹരമായി നവീകരിച്ച ചാട്ടുകുളത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 28-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് കുളം നവീകരിച്ചത്. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭരണസമിതി. മതത്തിന്റെ പേരിൽ കുട്ടികളെ വേർതിരിച്ച് കാണുന്നവരായിരിക്കരുത് അധ്യാപകരെന്ന് പ്രഭാഷകയും അധ്യാപികയുമായ KJ ഷൈൻ ടീച്ചർ. പൊതുപ്രവർത്തകർ സമൂഹത്തിൽ ശല്യമായി മാറുന്നുണ്ടെങ്കിൽ അത്തരക്കാരെ തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ഷൈൻ ടീച്ചർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.